കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തോടെയാണ് വി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലെത്തിയത്. ഒരു പതിറ്റാണ്ടിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു കോൺഗ്രസുകാരൻ ഇരിക്കുന്നുവെന്നത് ആ പാർട്ടിയെയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സംബന്ധിച്ച് അത്ര ചെറിയ കാര്യമായിരുന്നില്ല. പക്ഷേ അധികാരത്തിലെത്തുക എന്നത് ഒരു കാര്യം മാത്രമാണ്. അധികാരത്തിലെത്തിയ ശേഷം ഭരണത്തിലൂടെ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. ഇന്ന് വി സതീശൻ സർക്കാർ അധികാരത്തിലെത്തി ഏകദേശം 2.5 മാസം പിന്നിടുമ്പോൾ ഈ കാലയളവിനെ എങ്ങനെ വിലയിരുത്താം? വലിയ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഭരണത്തിന്റെ ദിശ എന്താണ്? സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് സർക്കാർ ചെയ്യുന്നത്? നിക്ഷേപം, തൊഴിൽ, വ്യവസായം, സാങ്കേതിക വിദ്യ എന്നിവയിൽ എന്തെങ്കിലും മാറ്റം വരുന്നതായി കാണുന്നുണ്ടോ? വി സതീശൻ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ്. സർക്കാർ ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് വൈറ്റ് പേപ്പർ അവതരിപ്പിച്ചത് ഈ വിഷയത്തിൽ കൂടുതൽ സുതാര്യമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന നടപടിയായി വിലയിരുത്താം. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ജനങ്ങളോട് തുറന്നു പറയുക, പ്രശ്നങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കുക, അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നത് ഭരണത്തിന്റെ പ്രധാന ഉത്തരവാദിത്തമാണ്. ഇവിടെ സതീശൻ സർക്കാർ സ്വീകരിച്ച സമീപനം അംഗീകരിക്കാം. പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് പകരം പ്രശ്നം അംഗീകരിച്ച് പരിഹാരം കണ്ടെത്തുക, അതൊരു നല്ല തുടക്കമായി കാണാം. പക്ഷേ അതിനുശേഷം പിന്നീട് ബജറ്റ് വന്നപ്പോഴും ശേഷവും കൂടുതലായി ഇതിനു വേണ്ടി ഒന്നും ചെയ്തതായി കണ്ടില്ല. അതിന് എവിടെയാണ് സമയം? വിവാദങ്ങൾ ഒഴിഞ്ഞ് ഒരു ദിവസം സർക്കാരിന് കിട്ടിയാലല്ലേ സമാധാനത്തോടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയൂ. ഏറ്റവും അധികം വിവാദമുണ്ടാക്കിയ PM ശ്രീ വിഷയമാണ് വീണ്ടും കത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോകാനാവില്ലെന്ന സർക്കാർ നിലപാടിൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ലീഗ് അണികൾക്കും മുസ്ലിം സംഘടനകൾക്കുമുള്ള അതൃപ്തി പരിഹരിക്കുന്നതിലാണ് ലീഗ് നേതൃത്വത്തിന്റെ തലവേദന. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ നിയമപരമായി കഴിയില്ലെന്നതാണ് ന്യായീകരണം. ഇക്കാര്യത്തിൽ ലീഗിനി എന്ത് നിലപാടെടുക്കുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. മറ്റൊന്ന് മദ്യനയമാണ്. വിചിത്രമായ കാര്യം, പ്രതിപക്ഷം ഇത്ര രൂക്ഷമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോഴും എല്ലാ കാലത്തും UDFന്റെ മദ്യനയത്തെ നിർണായകമായി സ്വാധീനിക്കുന്ന രാഷ്ട്രീയ ഇടപെടൽ നടത്താറുള്ള മുസ്ലിം ലീഗും മത സാമുദായിക സംഘടനകളും പേരിന് മാത്രം പ്രതികരിച്ചെന്ന് വരുത്തി മൗനത്തിലാണ്. PMAY വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വച്ചാൽ എന്താ കുഴപ്പമെന്ന തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജിയുടെ ചോദ്യം തങ്കലിപികളിൽ എഴുതപ്പെടും. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് തൊഴിലവസരങ്ങളാണ്. വിദ്യാഭ്യാസമുള്ള യുവാക്കൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുക എന്നത് സർക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ആദ്യഘട്ടത്തിൽ 10,000 കോടി രൂപ വരെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പദ്ധതികളെക്കുറിച്ചും സർക്കാർ സംസാരിക്കുന്നുണ്ട്. ടൂറിസം, IT, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുമോ എന്നതാണ് ഇനി നോക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിന്റെ വികസനം സർക്കാർ ജോലികളിൽ മാത്രം ആശ്രയിച്ചാകരുത്. സ്വകാര്യ നിക്ഷേപം വരണം, വ്യവസായം വരണം, പുതിയ കമ്പനികൾ വരണം, യുവാക്കൾക്ക് കേരളത്തിൽ തന്നെ ജോലി ലഭിക്കണം. പക്ഷേ അതിനുവേണ്ടി കേരളത്തെ സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കരുതെന്ന നിബന്ധന മാത്രമാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. കേരളത്തിന്റെ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമാകാൻ പോകുന്ന മേഖലകളാണ് AI-യും എമർജിംഗ് ടെക്നോളജീസും. കേരളത്തെ AI-യുടെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും ഹബ്ബാക്കി മാറ്റാനുള്ള പദ്ധതികളെക്കുറിച്ച് മുഖ്യമന്ത്രി വി സതീശൻ സംസാരിച്ചിട്ടുണ്ട്. ഇത് ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിലെ യുവാക്കൾക്ക് വലിയ അവസരങ്ങൾ സൃഷ്ടിക്കാനാകും. AI, റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ബയോടെക്നോളജി, ഫിൻടെക് ഇതുപോലുള്ള മേഖലകളിലാണ് ലോകത്തിന്റെ ഭാവി തൊഴിലവസരങ്ങൾ വളരുന്നത്. കേരളം ഈ മേഖലകളിൽ പിന്നിലാകാതെ മുന്നിലെത്തണം. അതുകൊണ്ട് തന്നെ ടെക്നോളജി അധിഷ്ഠിത വികസനത്തിന് സർക്കാർ നൽകുന്ന പ്രാധാന്യം ശ്രദ്ധേയമാണ്. കേരളത്തിൽ വ്യവസായം വരുമ്പോൾ പലപ്പോഴും ഉയരുന്ന പ്രധാന ചോദ്യമാണ് വ്യവസായത്തിന് ഭൂമി എവിടെ എന്നത്. കേരളത്തിൽ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കൈവശം ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഭൂമിയെക്കുറിച്ച് ചർച്ചകൾ വർഷങ്ങളായി നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഭൂമി മാനേജ്മെന്റ് നയവും ലാൻഡ് ബാങ്ക് ആശയവും മുന്നോട്ട് വെക്കുന്നത്
വ്യവസായ വികസനത്തിന് സഹായകരമാകുമെന്നതാണ് സർക്കാരിന്റെ വാദം. ഇത് യാഥാർത്ഥ്യമായാൽ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഭൂമി വികസന പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്താൻ കഴിയും. അതേസമയം ഭൂമി സംബന്ധിച്ച വിഷയങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണവും നിയമപരമായ അവകാശങ്ങളും ഉറപ്പാക്കേണ്ടത് അത്ര തന്നെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ വിജയം നടപ്പാക്കലിന്റെ ഗുണനിലവാരത്തെ ആശ്രയിച്ചിരിക്കും. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ അദ്ദേഹത്തിന്റെ ശക്തികളിലൊന്നായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് നേരിട്ടുള്ള ആശയവിനിമയമാണ്. മുഖ്യമന്ത്രിയായ ശേഷവും മാധ്യമങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. പോസ്റ്റ് ക്യാബിനറ്റ് ബ്രീഫിംഗുകളിലും മാധ്യമ ഇടപെടലുകളിലും അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ജനാധിപത്യത്തിൽ ഇത് പ്രധാനമാണ്. പക്ഷേ ഇടയ്ക്ക് മൈക്ക് ചതിക്കുന്നത് എന്തൊരു കഷ്ടമാണ്. പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാക്ചാതുര്യം കൊണ്ട് എന്തിനേയും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള മുഖ്യന്റെ കഴിവിനെ അംഗീകരിച്ചേ പറ്റൂ. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. 2 മാസം എന്നത് ഒരു സർക്കാരിനെ പൂർണ്ണമായി വിലയിരുത്താനുള്ള കാലയളവല്ല. ഒരു സർക്കാരിന്റെ യഥാർത്ഥ പ്രകടനം വിലയിരുത്താൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും ആവശ്യമാണ്. എങ്കിലും ആദ്യ 2 മാസം നൽകുന്ന ചില സൂചനകളുണ്ട്. സാമ്പത്തിക സ്ഥിതി തുറന്ന് ചർച്ച ചെയ്യാനുള്ള ശ്രമം, നിക്ഷേപം ആകർഷിക്കാനുള്ള ശ്രമം, തൊഴിൽ സൃഷ്ടിക്കാനുള്ള ശ്രദ്ധ, AI-യും പുതിയ ടെക്നോളജിയും മുന്നോട്ട് കൊണ്ടുവരാനുള്ള നീക്കം, ഭൂമി മാനേജ്മെന്റിൽ പുതിയ സമീപനം, ഇവയെല്ലാം ചേർത്ത് നോക്കുമ്പോൾ വി.ഡി. സതീശൻ സർക്കാർ ഒരു പുതിയ ഭരണദിശ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാനും പ്രിയദർശിനി സൗജന്യ യാത്രയും ഉണ്ടാക്കിയ മാധ്യമ ജനശ്രദ്ധയുടെ ഊർജത്തിലാണ് ഇപ്പോൾ സതീശൻ സർക്കാർ മുന്നോട്ടു പോകുന്നത്. PM ശ്രീ മുതൽ അദാനി പോർട്സിന്റെ ഓഹരി കൈമാറ്റം വരെ സർക്കാരും മുഖ്യമന്ത്രിയും പെട്ടുപോകാവുന്ന കെണികളെ അതിജീവിക്കാൻ ഇവ രണ്ടും വഴിയൊരുക്കി. എല്ലാ സ്ത്രീകൾക്കും സൗജന്യം വേണോ? നല്ല ശമ്പളവും വരുമാനമുള്ളവർക്ക് എന്തിനാണ് സൗജന്യം എന്ന ചർച്ച ഇപ്പോഴുമുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം പകർച്ചവ്യാധികൾ കൂടി വരുന്നത് കേരളത്തെ ആശങ്കയിലാക്കിയത് UDF സർക്കാർ അധികാരത്തിൽ വന്ന് തൊട്ടുപിറകെയാണ്. സംഭവം യാദൃച്ഛികമാണെങ്കിലും വകുപ്പിലെ ഏകോപനമില്ലായ്മ തുറന്നു കാണിക്കപ്പെട്ടു. KPCC പ്രസിഡന്റ് മന്ത്രിയായതോടെ കേരളത്തിലെ കോൺഗ്രസിന് നാഥനില്ലാതായതും കഴിഞ്ഞ 2.5 മാസ വിശേഷങ്ങളിൽ പെടുന്നു. KPCC ആസ്ഥാനം ഇന്ദിരാഭവന് മുന്നിൽ UDF ഭരണകാലത്തെ പതിവ് തിരക്കില്ല. K. കരുണാകരന്റെയും AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലെ തിരക്കേറിയ ഇടമായിരുന്നു ഇന്ദിരാഭവൻ. ഇന്നവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. ഇനി യഥാർത്ഥ പരീക്ഷണം തുടങ്ങുകയാണ്. പ്രഖ്യാപനങ്ങൾ പദ്ധതികളായി മാറുമോ? പദ്ധതികൾ യാഥാർത്ഥ്യമാകുമോ? നിക്ഷേപം കേരളത്തിലെത്തുമോ? യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുമോ? കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമോ? ഇതിനുള്ള ഉത്തരമാണ് അടുത്ത 1 വർഷം നൽകാൻ പോകുന്നത്. പൂക്കി മുഖ്യമന്ത്രി എന്ന പേരിന്റെ ജെൻസി സ്നേഹത്തിൽ തന്നെ മറന്നുപോയോ സതീശൻ എന്നറിയാൻ ഇത്രയും ദിവസങ്ങൾ പോരാ. എങ്കിലും ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. അടുത്ത 2 മാസം കൂടി കഴിയുമ്പോൾ 2-1 സതീശൻ സർക്കാർ അതിജീവിക്കുമോ അതോ ഉള്ളിൽ നിന്നു തന്നെ മുളപൊട്ടി വരുന്ന കളകൾക്ക് കീഴടങ്ങുമോ എന്ന്.